അതേപോലെ തന്നെ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം RCB തോൽക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലിട്ട് വീഡിയോയുടെ ഈ പറഞ്ഞ കമന്റ് സെക്ഷനിൽ ഒരാൾ വന്ന് കമന്റ് ചെയ്തു. അത് നമുക്ക് നോക്കാം. പഞ്ചാബിനെ പൊട്ടിച്ച ടീം നെക്സ്റ്റ് കളി വിൻ ആയിട്ടില്ല ഈ സീസണിൽ. എക്സാമ്പിൾ RR ലോസ്റ്റ് അഗൈൻസ്റ്റ് GT. അതായത് RR പഞ്ചാബിനെ തോൽപ്പിച്ചിട്ട് RR അടുത്ത മത്സരത്തിൽ GT ആയിട്ട് പരാജയപ്പെട്ടു. SRH പഞ്ചാബിനെ തോൽപ്പിച്ചു. അടുത്ത മത്സരത്തിൽ MA ആയിട്ട് SRH തോറ്റു. പക്ഷെ ഈ ഒരു RCB ഫാൻസിന്റെ കോൺഫിഡൻസ് നോക്കണം. ബട്ട് RCB എൻഡ് ദി സീക്വൻസ് ബൈ വിന്നിംഗ് അഗൈൻസ്റ്റ് RR ഫ്രം എ RCB ഫാൻസ് എന്ന് പറഞ്ഞിട്ട് സീമ്പർ അദ്ദേഹത്തിന്റെ പേര് അശ്വിൻ ജയരാജ് എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് അതാണ് ശരിക്കും പറഞ്ഞ ജെന്യുവൻ ഫാനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ വളരെ ജെന്യുവൻ ആയിട്ട് ഒരു RCB ഫാനിന്റെ ഒരു കമന്റ് ഞാൻ കാണിച്ചു തരാം. നീ എന്ത് പറഞ്ഞാലും ഇനിയുള്ള ഹോം ഗ്രൗണ്ടിൽ RCB ജയിക്കും. പിന്നെ കോഹ്ലിയുടെ ബാറ്റിംഗ് അത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ടോസ് ഉണ്ടേലും ഇല്ലേലും ഞങ്ങൾ ജയിക്കും. അതാണ് കോൺഫിഡൻസ്. പലരും ഇവിടെ പറയുന്നത് ടോസ് കിട്ടിയാൽ RCB ജയിക്കും, ടോസ് കിട്ടിയാൽ RCB ജയിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഈ പറയുന്ന പോലെ ടോസ് കിട്ടിയാലും ഇല്ലേലും RCB ജയിക്കും. അത് എന്തുദ്ദേശിച്ച് പറഞ്ഞാന്ന് അറിഞ്ഞിട്ടുണ്ടോ. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ഞാൻ അതിനെ ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് തന്നെ RCB ഫാനിന്റെ ഒരു കോൺഫിഡൻസ് തന്നെയായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പൊ അത് മികച്ചതാണ്. അതിന്റെ പേര് അർജീവ് എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഈ പറയുന്ന പോലെ RCBയിലുള്ള ഒരു വിശ്വാസം വളരെ വലുത് തന്നെയാണ് ആ ഒരു RCB ഫാനിന്. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് മറ്റൊരു RCB ഫാൻ ഇതുപോലെ കമന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബോളിംഗ് കിട്ടിയാൽ ജയിക്കാം, ബാറ്റിംഗ് കിട്ടിയാൽ 200+ അടിച്ചാൽ മതി, ജയിച്ചോളും എന്നുള്ള രീതിയിൽ. അതായത് ടോസ് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അവിടെ ടോസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു 200+ റൺ അടിച്ചു കഴിഞ്ഞാൽ ജയിക്കും. ഇവിടെ RCB 205 റൺസാണ് അടിച്ചത്. RCB അവിടെ വിജയിക്കുകയും ചെയ്തു 11 റൺസിന്. അപ്പം ഈ ഒരു RCB ഫാന്റെയും അദ്ദേഹത്തിന്റെ പേര് അഭിജിത്ത് എന്നാണ്. ഈ ഒരു RCB ഫാന്റെയും ആ ഒരു പറയുന്ന ചിന്ത അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് കളിയുടെ ആ ഒരു വീക്ഷണം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു RCB ഫാൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇതൊന്നും അല്ലാണ്ട് വളരെ കുറെ പേര് ഈ പറയുന്നത് വളരെ ദേഷ്യത്തിൽ RCB ജയിക്കൂടെ ബെറ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് 1000 രൂപയ്ക്ക് ബെറ്റൊക്കെ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 1000 രൂപയൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ RCB ഫാനിന്റെ വിശ്വാസം, ഒരു 50,000 രൂപയെങ്കിലും വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ കമന്റ് കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ മത്സരത്തിന് ശേഷമാണ് പറഞ്ഞത് നീ ഈ പറഞ്ഞ ബെറ്റ് വെച്ചിരുന്നെങ്കിൽ നിന്റെ കാര്യം തീർന്നേനെ. അതിനുശേഷം ഒരാൾ വന്നിട്ട് പിന്നെ പറയാം 50,000 രൂപ എവിടെ, എന്റെ 50,000 രൂപ തരാനെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞാൻ 50,000 രൂപ റെഡിയാണ്, ഓക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. പക്ഷെ അതിന്റെ റിപ്ലൈ ഒന്നും തന്നില്ല. പക്ഷെ കളി RCB ജയിച്ചതിന് ശേഷം അയാൾ വീണ്ടും വന്നിട്ട് പറയാണ് ഞാൻ എന്റെ 50,000 രൂപ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. വളരെ കോമഡി ആയിട്ട് എന്തായാലും ആ കാര്യങ്ങളൊക്കെ പോയി. എന്തായാലും ഒരു കാര്യങ്ങളും ചിന്തിക്കാണ്ട് ഈ പറയുന്ന കുറെ RCB ഫാൻസ് ഉണ്ട്. പക്ഷെ ചില ജെന്യുവൻ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ കമന്റിൽ വായിച്ചതുപോലെ ചില ജെന്യുവൻ ആയിട്ടുള്ള നല്ല RCB ഫാൻസും ഉണ്ട്. അവരുടെ ആ പോയിന്റ്സും അവരുടെ ആ ഒരു ചിന്താഗതിയൊക്കെയും ഞാൻ അതിനെ ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.